വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഉപയോഗിക്കുന്ന ജനപ്രിയ നിർമ്മാണ വസ്തുക്കളിലൊന്നാണ് UPVC വാതിലുകളും ജനലുകളും. പ്രത്യേകിച്ച് മോഡേൺ വീടുകൾക്ക് അല്ലേ, നല്ല വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് തീമിലൊക്കെ വരുന്ന വിൻഡോസ് കൊടുക്കുമ്പോൾ നമ്മൾ അധികം UPVC വിൻഡോസ് ആണ് കൊടുക്കാറ്. എന്നാൽ മാർക്കറ്റിലെ ഏതൊരു മെറ്റീരിയലിനും ലോ ക്വാളിറ്റി പ്രൊഡക്റ്റും കാണും, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും കാണും. അപ്പോൾ നമുക്ക് ഒരു ലോ ക്വാളിറ്റി UPVC വിൻഡോ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി UPVC വിൻഡോയ്ക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആർക്കിടെക്ട് ജാനി സോണി, ആക്സിസ് ആർക്കിടെക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു UPVC വിൻഡോയുടെ സെക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രൊഫൈലുകൾ കൊണ്ടാണ് ഇതിൻ്റെ ഫ്രെയിമുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫൈലുകൾ 5.8 മീറ്റർ ലെങ്തിലാണ് വരുന്നത്. അപ്പം നമ്മുടെ വിൻഡോയുടെ സൈസ് അനുസരിച്ച് ഈ പ്രൊഫൈലുകളെ മെഷീൻ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ മെഷീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഇതിൻ്റെ ജോയിൻറ്റുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. UPVC എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് റിജിഡ് അല്ല. റിജിഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ നേച്ചർ തന്നെയാണ് UPVC വിൻഡോസിന് സ്യൂട്ട് ആവുക. അപ്പോൾ നമ്മളൊരു 1.5 മീറ്റർ ഹൈറ്റിൻ്റെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ UPVC വിൻഡോ ബെൻഡായി പോകും. അത് നാച്ചുറലി അത് ബെൻഡാവും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു GI റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ GI റീഇൻഫോഴ്സ്മെൻറ്റ് 1.5 മീറ്ററിൻ്റെ മുകളിലേക്ക് പോകുന്ന വിൻഡോസിനെല്ലാം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇതിന് ബെൻഡ് ഇഷ്യൂസ് വരും ലേറ്റർ. അപ്പോൾ ഇത്തരത്തിൽ GI റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈലും GI റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിൽ തീരെ ഗ്യാപ്പ് പാടില്ല. ഒരു മൈനർ ഗ്യാപ്പേ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റാറ്റിൽ ചെയ്യും. അതായത് ഇളകുമ്പോൾ ഒക്കെ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മളൊരു 45 ഡിഗ്രിയിൽ പ്രൊഫൈൽ കട്ട് ചെയ്യുമ്പം ജോയിൻറ്റുകളിൽ ഈ പറയുന്ന റീഇൻഫോഴ്സ്മെൻറ്റും ഇതേ ആംഗിളിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വിൻഡോയുടെ ഫുൾ ലെങ്ത്തിൽ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സ്ട്രെങ്ത് ആ വിൻഡോയ്ക്ക് കിട്ടുകയുള്ളൂ. ക്വാളിറ്റിയുള്ള ഒരു UPVC വിൻഡോയിൽ ഇത്തരം ഈ 4 കോർണേഴ്സിൽ വരുന്ന ആ ജോയിൻറ്റുകളില്ലേ, അതൊന്നും അങ്ങനെ എടുത്ത് കാണില്ല. അത് സീംലെസ് ജോയിൻറ്റുകളായിരിക്കും. UPVC ഡോറുകളും വിൻഡോകളും ഒക്കെ കസ്റ്റമൈസബിൾ ആണ്. നമ്മുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ്, UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്, അങ്ങനെ പല തരത്തിലുള്ള ഗ്ലാസ്സുകളിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലാമിനേറ്റഡ് ഗ്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ അതനുസരിച്ച് കോസ്റ്റും കൂടും. ഇനി ഗ്ലാസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 4 mm തൊട്ട് 22 mm വരെയുള്ള ഗ്ലാസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി പ്ലെയിൻ ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗ്രില്ല് കൊടുക്കാൻ ശ്രദ്ധിക്കണം. UPVC വിൻഡോസ് കോമൺ ആയിട്ട് വൈറ്റ് ഫിനിഷിലാണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നതെങ്കിലും നമുക്ക് മറ്റ് കളർ ഷെയ്ഡുകളിലും ഇത് അവൈലബിൾ ആണ്. ബ്ലാക്ക്, അതുപോലെ വുഡൻ ഷെയ്ഡുകൾ, അതുപോലെ 1-2 മാറ്റ് ഫിനിഷുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വൈറ്റ് കളറിനാണ് റേറ്റ് എപ്പോഴും കുറവ്. അതായത് വുഡൻ ഷെയ്ഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് റേറ്റും അതനുസരിച്ച് കൂടും. അപ്പോൾ UPVC വിൻഡോയ്ക്കും അതിൻ്റെ കളറിനും ഒക്കെ ഒരു വാറണ്ടി പീരീഡ് വരുന്നതെന്ന് പറയുന്നത് 20 വർഷമാണ്. UPVC ഡോറുകളിലും വിൻഡോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറുകൾ SS 304 ഗ്രേഡിലുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഹാർഡ്വെയറുകളാണെങ്കിൽ ഒരു 10 ഇയർ വരെ നമുക്ക് വാറണ്ടി ലഭിക്കും. UPVC ഡോറുകളും വിൻഡോസും ഒക്കെ സൗണ്ട് പ്രൂഫാണ്. പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ അത് UV പ്രൊട്ടക്റ്റഡ് ആണ്, ചൂട് നിയന്ത്രിക്കാനും കഴിയും. ഇനി ഇതിന് കാര്യമായിട്ട് മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ വരുന്നതെന്ന് പറയുന്നത് ഒരു 10 to 35 ഇയേഴ്സ് ആണ്. വുഡൻ ഡോറുകളിലും വിൻഡോകളിലും ഉള്ള പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ UPVCക്ക് സാധാരണഗതിയിൽ വരുന്നില്ല. UPVC ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ റേറ്റ് അതിൻ്റെ സൈസ്, കളറ്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഒക്കെ അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റേറ്റ് പറയാനാണെങ്കിൽ ഒരു വൈറ്റ് സ്ലൈഡിങ് വിൻഡോ ഒക്കെ ആണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 500 എബോവ് ആണ് റേറ്റ് വരുന്നത്. ഇനി ഒരു ഡോറിലേക്ക് സ്ലൈഡിങ് ഡോറാണെങ്കിൽ ഒരു 600 to 700 പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. പിന്നെ ഇനിയിപ്പോൾ കളറ് വേരി ചെയ്യുകയാണെങ്കിൽ ഒരു 50% കൂടി റേറ്റ് കൂടുക ചെയ്യുക. അതുപോലെ ഒരു ഓപ്പണബിൾ വിൻഡോ ആണെങ്കിൽ ഒരു 650 to 750 റേഞ്ചിലാണ് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു മിസ്കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓപ്പണബിൾ വിൻഡോ ആകുമ്പോൾ UPVCയിലെ റേറ്റ് കുറവായിരിക്കും എന്ന് കരുതും. പക്ഷേ എങ്കിൽ അതിലാണ് കൂടുതലും ഹാർഡ്വെയർ യൂസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റും അതനുസരിച്ച് കൂടുന്നത്. ഇനി ഒരു ലോ ക്വാളിറ്റി UPVC വിൻഡോ അഥവാ ഡോർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു UPVC വിൻഡോ അഥവാ ഡോർ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ മുതൽ അതിൽ
ഉപയോഗിക്കുന്ന ഗ്ലാസ് വരെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോഴും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്, ഒരു ഫൈനൽ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിലെന്തെല്ലാം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. സോ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്നല്ല പർച്ചേസ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് വലിയൊരു ലോസ് ഉണ്ടാവും. ഒന്നാമതായിട്ട് UPVC പ്രൊഫൈലുകളുടെ തിക്നെസ് നമ്മളെപ്പോഴും പരിശോധിച്ചറിയണം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ അതിന് ഒരു സ്റ്റാൻഡേർഡ് തിക്നെസ് ഉണ്ടാവും. നമുക്കറിയാം ഈ കമ്പനീസ് ഒരു ബൾക്കായിട്ടാണ് ഈ UPVC പ്രൊഫൈലുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു പക്ഷേ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് ഇതിൻ്റെ തിക്നെസ്സിൽ കോംപ്രമൈസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിപ്പോഴും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് തന്നെ UPVC വിൻഡോസും ഫ്രെയിമുകളും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ തിക്നെസ് കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു UPVC വിൻഡോയുടെ ഫ്രെയിം കാണുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റോഷനോ അല്ലെങ്കിൽ ബെൻഡോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ക്വാളിറ്റി ഉള്ള UPVC ബ്രാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഫ്രെയിമുകൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും, അതിൽ കാര്യമായിട്ട് ബെൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു UPVC വിൻഡോയാണ്, അത് മോയ്സ്ചറിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ വിൻഡോയുടെ പെയിൻസിൻ്റെ ഇടയിൽ മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് പരിശോധിക്കുന്നത് വഴി നമുക്ക് ആ വിൻഡോയുടെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഹൈ ക്വാളിറ്റി UPVC വിൻഡോ ആണെങ്കിൽ അതിൽ UV പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഇൻറ്റീരിയറിലെ ഫർണിച്ചറൊക്കെ ഫെയ്ഡ് ആവാതിരിക്കാനാണ് ഇത്തരത്തിൽ UV പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ട് ഒരു UV ലൈറ്റ് മീറ്റർ ഗ്ലാസിൻ്റെ അടുത്ത് കൊണ്ടുപോയി പിടിച്ചാൽ ഇത് ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലോക്കും ഹാൻഡിലൊക്കെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ സ്ലൈഡിങ് വിൻഡോസൊക്കെ പലതവണ നമ്മൾ സ്ലൈഡ് ചെയ്ത് നോക്കുക, അത് സ്മൂത്ത് ആയിട്ട് സ്ലൈഡ് ആവുന്നുണ്ടോ, അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എനർജി റേറ്റിംഗ് കൂടി ശ്രദ്ധിക്കുക. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അതിൽ റേറ്റിംഗ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹയർ എനർജി റേറ്റിംഗ് ഉള്ള വിൻഡോസ് ആണെങ്കിൽ ബെറ്റർ ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. റേറ്റ് കുറയുന്നതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അത് ഭാവിയിൽ വലിയ എക്സ്പെൻസിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് UPVCയുടെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പർ മെയിൻ്റെനൻസും റിപ്പയറും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.